ഇതുപോലെ വേറൊരു ഉമ്മ വരികയാണ്. ആ ഉമ്മ വന്നത് എന്തിനാണെന്നറിയോ? മോളെയും കൊണ്ട് തന്നെയാട്ടോ വരുന്നത്. മോള് ഒരു ഹയർ സ്റ്റഡിക്ക് പഠിക്കുകയാണ്, പുറത്ത് വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡിക്ക് പഠിക്കുകയാണ്. പക്ഷെ ഓള് കല്യാണത്തിന് സമ്മതിക്കണില്ല. ഓളോളെ PG അതുപോലെ PG ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡബിൾ PG ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞ് PhD MPhil കൂടെ കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ള വാശിയിലാണ്. അപ്പൊ ഉമ്മാക്ക് ബേജാറ്. MPhil കഴിയുമ്പോഴത്തേനൊക്കെ 29 വയസ്സ് കഴിഞ്ഞ് 30ക്ക് ചാടും. ഉമ്മാക്ക് ഭയങ്കര ബേജാറ്, എൻ്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും ഡോക്ടറെങ്ങളൊന്ന് പറഞ്ഞ് കല്യാണത്തേക്ക് സമ്മതിപ്പിക്കും. അങ്ങനെ കുട്ടീനെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടീനെ ഏകദേശം ആ പരുവത്തിലാക്കി പറഞ്ഞേക്കാണ്. ഉമ്മാക്ക് ഭയങ്കര റാഹത്തിൽ അരികിലിരുന്നിട്ട് ഉമ്മ പറയാ, മോളെ കാര്യത്തിൽ ഇപ്പം എനിക്ക് സമാധാനമായി. ഇനി ഡോക്ടറെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്തെങ്കിലും പറഞ്ഞോളി. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ സമാധാനം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ സമാധാനം എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ 4 മണിക്കൂർ പോയ പോലെ ആയില്ലേ. 4 മണിക്കൂറാണ് മോളെ ഞാൻ അരികിലിരുത്തി സംസാരിച്ചത്. ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും പോവാണ്ടിരുന്ന് സംസാരിച്ച് ഓളൊരു പരുവത്തിലാക്കിയപ്പോൾ ഉമ്മ എന്നോട് പറയാ, കല്യാണം കഴിഞ്ഞിട്ട് സമാധാനം എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? കല്യാണത്തിന് ആഗ്രഹിക്കാത്ത കുട്ടീനെ കല്യാണത്തിലേക്ക് എത്തിച്ചിട്ട് ഉമ്മ പറയാ കല്യാണം കഴിഞ്ഞാൽ മുതൽ സമാധാനം ഉണ്ടായിട്ടില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞാലും ടെൻഷൻ, കഴിഞ്ഞിട്ടില്ലെങ്കിലും ടെൻഷൻ. മനുഷ്യന്മാർ അങ്ങനെയാണ് അല്ലേ? നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ എന്താണ്? പച്ചയാണ്. അപ്പൊ ഇക്കരെ എന്താ? ഇവിടെ ഒരു സുഖമില്ല.